നമസ്കാരം. പത്തനംതിട്ട ശൂരനാട് സ്വകാര്യ സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായിരുന്ന യുവതി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിനെതിരെ നിർണായക തെളിവുകൾ. ഏനാത്ത് സ്വദേശിയായ 35-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഏനാത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി 14-ന് വെളുപ്പിനാണ് 35-കാരിയെ പത്തനംതിട്ട കടമ്പനാടുള്ള ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏനാത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടമ്പനാട് പറമല എന്ന സ്ഥലത്താണ് യുവതിയെ വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കൾക്ക് പിന്നീട് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലാണ് സുഹൈൽ അൻസാരിയാണ് തന്റെ മരണത്തിന് പിന്നിലെന്ന് യുവതി വ്യക്തമാക്കിയത്. ജീവനൊടുക്കാൻ കാരണം സുഹൈൽ എന്ന് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു. ശൂരനാട് സെന്റ് തോമസ് സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായിരുന്നു യുവതി. അതേ സ്കൂളിലെ ജീവനക്കാരനായിരുന്ന സുഹൈൽ ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടുവെന്നും സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടെന്നും അതിൽ മനം നൊന്താണ് തന്റെ ആത്മഹത്യയെന്നും യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ആരോപിച്ചിരുന്നു. യുവതി ജോലി ചെയ്തിരുന്ന അതേ സ്കൂളിലെ PRO ആണ് സുഹൈൽ അൻസാരി. 7-ാം മൈലിലെ സ്വകാര്യ CBSE സ്കൂൾ ജീവനക്കാരിയെ ശൂരനാട് സ്വദേശിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോരുവഴി മയ്യത്തുംകര അതിർത്തിയിൽ വീട്ടിൽ സുഹൈൽ അൻസാരി ഇന്ന് പുലർച്ചെ 3-ന് വീട്ടിൽ നിന്നും ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവതി എഴുതിയെന്ന് കരുതുന്ന 3 ആത്മഹത്യാക്കുറിപ്പുകളിൽ ഒന്നിൽ സുഹൈലിനെതിരെ ഗുരുതര പരാമർശമുണ്ടായിരുന്നു. 14-ന് പുലർച്ചെയാണ് പാണ്ടിമലപ്പുറം പറമലയിലുള്ള വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്ത് മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി ഭർത്താവും യുവതിയുമായി വഴക്കുണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇതോടെ ബന്ധുക്കളും നാട്ടുകാരും ഭർത്താവിനെതിരെ തിരിഞ്ഞു. വഴക്കുണ്ടായ ശേഷം യുവതിയുടെ ഫോണും എടുത്ത് ഭർത്താവ് ആംബുലൻസിനായി പമ്പയ്ക്ക് ഓട്ടം പോയി. സംഭവ ദിവസം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസിന് ആത്മഹത്യാക്കുറിപ്പുകൾ ലഭിച്ചിരുന്നില്ല. പിന്നീട് യുവതിയുടെ വീട്ടുകാർ വീടിനുള്ളിൽ നടത്തിയ തെരച്ചിലാണ് ഡയറിക്കുള്ളിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ഇത് പോലീസിന് കൈമാറുകയായിരുന്നു. അതിലൊന്നിൽ സുഹൈൽ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നുവെന്നും എഴുതിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പുകൾക്ക് ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിന് നടത്തിയ ശേഷമാണ് അറസ്റ്റ് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് പോലെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇൻക്വസ്റ്റ് മഹസറിൽ ചേർക്കേണ്ടതാണ്. എന്നാൽ ആത്മഹത്യാക്കുറിപ്പ് 3 ദിവസത്തിനു ശേഷം യുവതിയുടെ വീട്ടുകാർ തന്നെയാണ് കണ്ടെത്തിയത്. പോലീസ് വീട് മുഴുവൻ വിശദമായി പരിശോധിച്ചില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സുഹൈലും യുവതിയും സുഹൃത്തുക്കളായിരുന്നുവെന്നും പറയുന്നു. എന്നാൽ സുഹൈലിന്റെ പരിധി വിട്ട പെരുമാറ്റമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. നാട്ടുകാരും ബന്ധുക്കളും സംശയം ഉന്നയിച്ചതോടെ പോലീസിന്റെ സംശയം ഭർത്താവിന് നേരെ തിരിഞ്ഞു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ യുവതിയുടെ ഫോൺ ഭർത്താവ് പോലീസിന് കൈമാറി. ഇതിലുണ്ടായിരുന്ന വാട്സപ്പ് ചാറ്റുകളാണ് സുഹൈലിലേക്ക് വഴിതെളിച്ചത്. എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് അറസ്റ്റ്. ഇതോടെയാണ് അന്വേഷണം അൻസാരിയിലേക്ക് എത്തിയത്. പിന്നാലെ ഏനാത്ത് പോലീസ് കൊല്ലം പോരുവഴി സ്വദേശിയായ സുഹൈലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സുഹൈൽ മുൻപ് അധ്യാപകനായി ജോലി നോക്കിയിരുന്നു. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അധ്യാപനം ഉപേക്ഷിച്ച് സ്കൂളിൽ PRO ജോലി ചെയ്തു വരികയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്.